അങ്ങനെ ഇന്ന് റിലീസായ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു. റിവ്യൂ ആണ്. ഈ ഒരു വീഡിയോ ഒട്ടും സ്പോയിലർ ഇല്ല, സോ ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോളൂ. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, സലികുമാർ, മഞ്ജു പിള്ളൈ, അനുശ്വര രാജൻ ഇവരൊക്കെയാണ് അതിൽ മെയിനായിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ മതഭ്രാന്തന്മാരെ ആട്ടാപ്പാടലം അങ്ങനെ ഊക്കി വിടുന്നൊരു സെറ്റപ്പാണ് ഇതിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് മതഭ്രാന്തുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിനിമ ഒട്ടും പോയി നിങ്ങൾ കാണരുത്. നല്ല പോലെ കുരി പൊട്ടും. ഫസ്റ്റ് ഇവർ പുറത്ത് വിട്ട ടീസർ പോലെ നല്ല കോമഡിയാണ് ഫസ്റ്റ് ഹാഫ്. ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെ നിവിൻ പോലുള്ള ഒരു കോംബോ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ടീസറിൽ പറയുന്ന പോലെ ഇവർ രണ്ട് വന്ന് നിന്നാകൊണ്ടല്ലോ ഈ സ്ക്രീൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കോമഡിയോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അവയർനെസ്, ആ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്യും. പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞ സംഭവം കൂടി ഇതിനകത്തിലുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ജീവനിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ. സാധാരണ നമ്മൾ കോമഡി പടങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് കോമഡി തന്നിട്ട് ലാസ്റ്റിൽ ഇമോഷൻസ് തരുമ്പോൾ അത് കണക്റ്റ് ആയില്ലെങ്കിൽ ആ ഒരു പടം പരാജയം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഹൈ റിസ്ക് ആണത്. പക്ഷേ ഈ ഒരു സിനിമയിൽ ലാസ്റ്റിലെ ക്ലൈമാക്സിലെ ആ ഒരു ഇമോഷൻസ് പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ കണക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന നിവിൻ പോളിയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ക്ലൈമാക്സിൽ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെ നമുക്ക് കാണാൻ പറ്റും. അത് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മൂവിക്ക് ഇട്ടത് എന്ന് നമുക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ധൈര്യമായിട്ട് കണ്ടോളൂ. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇമോഷൻസും കോമഡിയും ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുത്തോ. സോ മലയാളി ഫ്രം ഇന്ത്യ.